ആയിരുന്നു. ഞാൻ എല്ലാ റിവ്യൂ കണ്ടപ്പോൾ ചിലർക്ക് റിവ്യൂ ഭയങ്കര നെഗറ്റീവായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലാണ് വന്നത്. ബട്ട് ഇറ്റ്സ് അമേസിങ്, പൊളിച്ചു. ഫാമിലി മൂവിയാണോ? ഫാമിലി എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ പൊതുവെ കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള സാധനമാണ് ഇഷ്ടം. സെക്കൻഡ് ഹാഫ് ഫുള്ള് ഭയങ്കര എൻജോയ് ചെയ്തു. നൈസ്. ഓക്കെ, ഫസ്റ്റിൻ്റെ ആ ഒരു ഇതായിരിക്കും എന്ന് വിചാരിച്ചു. ആ ഒരു എക്സ്പീരിയൻസ് അല്ല. സെക്കൻഡ് വേറെ ലെവലാ. ഋഷഭ് ഷെട്ടിയുടെ ഒക്കെ സൂപ്പർ എന്ന് പറഞ്ഞാൽ കണ്ടാലേ മനസ്സിലാവത്തുള്ളത്. വേറെ ലെവൽ അഭിനയവും എല്ലാം, ഡയറക്ഷനും എല്ലാം സൂപ്പർ. ആ സ്റ്റണ്ടും എല്ലാം. പടം ഋഷഭ് ഷെട്ടിയെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒന്നും പറയാനില്ല, കണ്ടിരിക്കണം, മസ്റ്റ് വാച്ച്. ബാഹുബലി പോലത്തെ പടമാണോ? ബാഹുബലിയേക്കാൾ മുകളിലാണ് അദ്ദേഹത്തിന്റെ അഭിനയം. ഒന്നും പറയാനില്ല. 100 കോടി ക്ലബിക്കോ കേറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് ഒരു അവാർഡും കിട്ടട്ടെ. ജയറാമിൻ്റെ പെർഫോമൻസ് നല്ല നീറ്റായി, പുള്ളിക്ക് കിട്ടിയ ക്യാരക്ടർ പുള്ളി നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് റെട്രോയിലാണെങ്കിലും പൊന്നിയൻ സെൽവൻ ആണെങ്കിലും പിന്നെ ഓള മിറ എന്ന് പറഞ്ഞൊരു പടത്തിലാണെങ്കിൽ പുള്ളിയെ ഒരു അത്യാവശ്യം പുള്ളിക്ക് ഒരു അത്രയ്ക്ക് നല്ലൊരു നടനായിട്ട് പോലും നല്ലൊരു ക്യാരക്ടർ കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷേ ഈ ഒരു സിനിമ ഋഷഭ് ഷെട്ടിക്ക് അതിന് സാധിച്ചു. അതൊരു പടത്തിൽ നല്ലൊരു പോസിറ്റീവാണ്. പുള്ളി നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു ആ റോള്. ആദ്യത്തൊട്ട് അവസാനം വരെ നല്ല രീതിയിൽ പുള്ളി പടത്തിലുണ്ട്. സൂപ്പർ പടമാണ്. മാസ് എന്ന് വെച്ചാൽ മരണമാസ്. കാന്താര തേർഡ് വരണോ? വരട്ടെ, നമുക്ക് പോയി കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വിച്ചാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് കാന്താര ചാപ്റ്റർ 3യുടെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്, ചാപ്റ്റർ 2ൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പാർക്കിംഗ് ഏരിയ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആൾക്കാരാണ്. അപ്പോൾ കാന്താരയാണെങ്കിൽ കുറേ ആൾക്കാർ കാണുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ നമ്മൾ ഇനി മ്യൂസിക് എങ്ങനെയുണ്ട്, ഡയറക്ഷൻ എങ്ങനെയുണ്ട്, മാത്രമല്ല ഋഷഭ് ഷെട്ടിയാണ് ഇതിന് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പോൾ മെയിൻ ക്യാരക്ടർ എങ്ങനെയുണ്ട്, ഹീറോയിൻ എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. നായകനോ? നല്ല സൂപ്പറായിട്ട്. സോങ് ഒക്കെ നല്ല. പടം എങ്ങനെ ഉണ്ടായിരുന്നു? നായകനൊക്കെയോ? അടിപൊളി. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റോറിയോ? സ്റ്റോറി കൊള്ളാം, നല്ല. പടം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ. നായകനോ? നായകനൊക്കെ തകർത്തവന്. പടം എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റോറിയോ? ബാഹുബലി പോയായിരുന്നു. അടുത്ത പാട്ട് വരുമല്ലോ, അടുത്ത പാട്ടോടെ വന്നിട്ട് പറയും. ഇനി മൂന്നാമത്തെ പാട്ട് വരണോ? ഉണ്ട്, മൂന്നാമത്തെ പാട്ടുണ്ട്. ജയറാം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. മ്യൂസിക് ഒക്കെ നല്ലതായിരുന്നു. നായകൻ എങ്ങനെയുണ്ട്? സ്ക്രിപ്റ്റ് ഡയറക്ഷൻ ഒക്കെയോ? ജയറാം എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഒരു ബാഹുബലി പോലത്തെ പടമാണോ? അങ്ങനത്തെ ഒരു ഇതല്ല, വെറൈറ്റിയാണ് സാധനം. 100 കോടി ക്ലബിൽ കയറോ? അതൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ പടം നല്ല രീതിയിൽ ഓടും, നല്ല പടമാണ്. ഫാമിലിക്ക് കാണാൻ പറ്റുന്നോ? പിന്നെ ഉറപ്പായിട്ടും ഞങ്ങൾ ഫാമിലിയായിട്ടൊക്കെ ഒരു റിലീജിയൻ വെച്ചിട്ടുള്ള പടമാണെന്ന് കേട്ടു. ഞാനൊന്നും കേട്ടില്ല മക്കളെ, നമ്മളൊന്നും കേട്ടിട്ടൊന്നുമല്ല. ഫൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണ്, എല്ലാം സൂപ്പറാണ്. പടം എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി പടം. സോങ് ഒക്കെയോ? സോങ് BGM എല്ലാം അടിപൊളി. ഋഷഭ് ഷെട്ടി എങ്ങനെയുണ്ട്? ഏതാ? ഋഷഭ് ഷെട്ടി കിട്ടില്ല, ഒന്നും പറയാനില്ല, അടിപൊളി. നായികയുണ്ടോ കഥയില്? പടത്തിൽ നായികയുണ്ട്, രുക്മിണി. അഭിനയം എങ്ങനെയുണ്ട്? എല്ലാരും കിടില്ല, ആരെയും എടുത്തു പറയാനൊന്നുമില്ല, എല്ലാരും കിടില്ല. ജയറാം എങ്ങനെയുണ്ടായിരുന്നു? ജയറാം അടിപൊളി, ഒന്നും പറയാനില്ല, അടിപൊളി. പടം ഋഷഭ് ഷെട്ടിയെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒന്നും പറയാനില്ല, കണ്ടിരിക്കണം, മസ്റ്റ് വാച്ച്. ബാഹുബലി പോലത്തെ പടമാണോ? ബാഹുബലിയേക്കാൾ മുകളിലാണ് അദ്ദേഹത്തിന്റെ അഭിനയം. ഒന്നും പറയാനില്ല. 100 കോടി ക്ലബിക്കോ? കേറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് ഒരു അവാർഡും കിട്ടട്ടെ. താങ്ക് യു. മ്യൂസിക് ഒക്കെയോ? മ്യൂസിക്കും അത് പഴയ സിനിമയിൽ ഉണ്ടായിരുന്ന ആ മ്യൂസിക് തന്നെയാണ് അവസാനം ചെയ്തേക്കുന്നത്. എങ്കിലും എല്ലാം അടിപൊളി, ഒരു രക്ഷയില്ല. അതിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ, നല്ല പടം, എല്ലാവരും മസ്റ്റ് വാച്ചാണ്. സ്ക്രിപ്റ്റും ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളി. താങ്ക് യു. സൂപ്പറായിരുന്നു, നല്ല പടം. സ്ക്രിപ്റ്റ് ഒക്കെയോ? കൊള്ളാം. ഫസ്റ്റത്തെ ചാപ്റ്റർ ആണോ ഇഷ്ടപ്പെട്ടെ? കുഴപ്പമില്ല, രണ്ടും കുഴപ്പമില്ല. മ്യൂസിക് ഒക്കെയോ? കുഴപ്പമില്ല, രണ്ടും കുഴപ്പമില്ല.
ഓക്കെ ഓക്കെ ജയറാമിന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. ബാഹുബലി പോലത്തെ ഒരു പടമാണോ? ആ കുഴപ്പമില്ല. ബാറ്റിൽ ഫീൽഡ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ 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 അതൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല മ്യൂസിക് ഒക്കെയോ? നല്ല സൂപ്പറായിരുന്നു. ഫസ്റ്റിനെയും കാട്ടി സെക്കൻഡ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഫൈറ്റ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സൂപ്പർ ഫൈറ്റ്, ആക്ഷൻ എല്ലാം സൂപ്പർ. എല്ലാവരും തിയേറ്ററിൽ ഒന്ന് കാണണം. നല്ല മൂവി. ബാഹുബലി പോലത്തെ ആയിരുന്നു. ബാഹുബലി പോലെ അല്ല എന്നാലും പക്ഷെ വേറൊരു രീതിയാ. നല്ല മൂവിയാ. ഓക്കെ താങ്ക്സ്. ഒരു തവണ കാണാൻ പറ്റുന്നത് പോലെ അടിപൊളി മൂവി, അടിപൊളി. ഫസ്റ്റിൻ്റെ ആ ഒരു ഇതായിരിക്കും എന്ന് വിചാരിച്ചു, ആ ഒരു എക്സ്പീരിയൻസ് അല്ല. സെക്കൻഡ് വേറെ ലെവലാ. ഋഷഭ് ഷെട്ടിയുടെ ഒക്കെ സൂപ്പർ എന്ന് പറഞ്ഞാൽ കണ്ടാലേ മനസ്സിലാവത്തുള്ളത്. വേറൊരു ലെവൽ അഭിനയവും എല്ലാം, ഡയറക്ഷനും എല്ലാം സൂപ്പർ, ആ സ്റ്റണ്ടും എല്ലാം പൊളിയായിരുന്നു. ഞാൻ എല്ലാ റിവ്യൂ കണ്ടപ്പോൾ ചിലർക്ക് റിവ്യൂ ഭയങ്കര നെഗറ്റീവായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലാണ് വന്നത്. ബട്ട് ഇറ്റ്സ് അമേസിങ്, പൊളിച്ചു. ഫാമിലി മൂവിയാണോ? ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ പൊതുവേ കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള സാധനമാണ് ഇഷ്ടം. സെക്കൻഡ് ഹാഫ് ഫുള്ള് ഭയങ്കര എൻജോയ് ചെയ്തു. നൈസ്. ഓക്കെ. പടം നല്ല സെറ്റപ്പ് പടമാണ്. നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും സ്റ്റോറി വൈസ് ആണെങ്കിൽ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തൊരു പടമാണ്. മ്യൂസിക് ഒക്കെയോ? മ്യൂസിക് അജിനേഷ് ലോകനാഥിൻ്റെ ഒരു നല്ലൊരു വർക്കാണ് ഈ പടത്തിലും ഉടനീളം ഉള്ളത്. ഋഷഭ് ഷെട്ടി നല്ല പെർഫോമൻസ് ആണ്. അവസാനത്തെ ക്ലൈമാക്സ് എലിവേഷൻ സീൻസിലൊക്കെ പുള്ളി മറ്റേ കാന്താര ചാപ്റ്റർ 2 ആദ്യം വന്ന് ചാപ്റ്റർ 2 ആയിരുന്നു, അതിലൊക്കെ നല്ല പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. അതേപോലെ തന്നെ നല്ലൊരു പെർഫോമൻസ് ആണ് അവസാനത്തെ ഈ സിനിമയിൽ അവസാന നിമിഷങ്ങളിൽ കാഴ്ചവെക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫ് ആണോ ഇഷ്ടപ്പെട്ടത്? എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. നല്ല രണ്ടും ഒരേ ഫ്ലോയിൽ തന്നെ കാണാൻ പറ്റിയൊരു നല്ലൊരു ഫസ്റ്റ് ഇതായിരുന്നു പടമായിരുന്നു. പടം ഓവറോൾ ഒന്ന് പറയാം. പടം ഓവറോളിനെ പറ്റി പറഞ്ഞാൽ നല്ല ഹോംബാല ഫിലിംസ് ആണെങ്കിൽ നല്ല പൈസ ഇറക്കി നല്ല റിച്ച് ക്വാളിറ്റിയിൽ ഈ സ്റ്റോറി വൈസ് ആണെങ്കിലും നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തൊരു പടമാണ് ഈ കാന്താര ചാപ്റ്റർ 1. ഇതിനു മുമ്പ് ഹോംബാല ഫിലിംസ് ഈ പടം കാന്താര ഇറങ്ങുന്ന മുമ്പേ മഹാവതാർ നരസിംഹ ചെയ്തായിരുന്നു. അതാണെങ്കിൽ തന്നെ ആനിമേഷൻ സീക്വൻസിൽ തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത്. അതേപോലെ തന്നെ ഈ സിനിമയിലും കുറേ സ്പോയിലർ ആണെങ്കിൽ പോലും ഈ സിനിമയിൽ അങ്ങനെ വേണമെങ്കിൽ പണ്ടത്തെ കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. മറ്റേതാണെങ്കിൽ ആദ്യത്തെ പാർട്ടാണെങ്കിൽ കുറച്ച് മോഡേൺ അഡാപ്റ്റേഷൻ പോലെ ആയിരുന്നു, പക്ഷേ ഇത് കുറച്ച് പഴയ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 1 തൊട്ട് 10 വരെ എത്ര? ഞാൻ 5 റേറ്റ് നോക്കുമ്പോൾ ഞാൻ 4 സ്റ്റാറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ജയറാമിന്റെ പെർഫോമൻസ് നല്ല നീറ്റായി. പുള്ളിക്ക് കിട്ടിയ ക്യാരക്ടർ പുള്ളി നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് റെട്രോയിലാണെങ്കിലും പൊന്നിയൻ സെൽവൻ ആണെങ്കിലും പിന്നെ മിറ എന്ന് പറഞ്ഞൊരു പടത്തിലാണെങ്കിൽ പുള്ളിയെ ഒരു അത്യാവശ്യം പുള്ളിക്ക് ഒരു അത്രയ്ക്ക് നല്ലൊരു നടനായിട്ട് പോലും നല്ലൊരു ക്യാരക്ടർ കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷേ ഈ ഒരു സിനിമ ഋഷഭ് ഷെട്ടിക്ക് അതിന് സാധിച്ചു. അതൊരു പടത്തിൽ നല്ലൊരു പോസിറ്റീവാണ്. പുള്ളി നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു ആ റോള്. ആദ്യത്തൊട്ട് അവസാനം വരെ നല്ല രീതിയിൽ പുള്ളി പടത്തിൽ ഉണ്ട്.